ഞാനൊരു ദിവസം എൻ്റെ കൊളീഗ്സുമായിട്ട് ഇങ്ങനെ നടന്നു പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇൻസ്റ്റേനെ കുറിച്ചായി ഡിസ്കഷൻ. അവർ പറഞ്ഞു, ഈ ഇൻസ്റ്റ യൂസ് ചെയ്താൽ സമയം പോണതേ അറിയില്ല, എത്രയോ മണിക്കൂറൊക്കെ അതിലിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻസ്റ്റ അത്ര ഇഷ്ടമൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ബോറടിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കുക, ബോറടിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് എന്നവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഓക്വേർഡ് ഫീലിംഗ് വന്നെങ്കിലും അന്ന് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. ശരിയാണ്, കുറേ ആളുകൾ ഇൻസ്റ്റയ്ക്ക് അഡിക്റ്റാണ്, ഫ്രണ്ട്സും പറയാറുണ്ട്, പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയ്ക്ക് അത്ര അഡിക്റ്റ് അല്ലാത്തത് എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില നല്ല ശീലങ്ങളാണ് അതിന് കാരണം എന്നെനിക്ക് മനസ്സിലായി. ഇതൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു മാജിക് ഫോർമുലയൊന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാരും ഇത് വിട്ടുപോകുന്നതും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, ഞാനൊരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത്, ഫോൺ ഉപയോഗിക്കരുത് എന്നൊന്നും പറയുന്ന ഒരാളല്ല. ബിക്കോസ് ഇത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഇന്ന് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ മുതൽ മുതിർന്നവരുടെ വർക്കിൻ്റെ ആവശ്യത്തിന് വരെ നമ്മൾ ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ അത്യാവശ്യമാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പിംഗ് സോഷ്യൽ മീഡിയ, ബട്ട് മോർ അബൌട്ട് ഹാവിങ് എ കൺട്രോൾ. നമ്മളാണ് സോഷ്യൽ മീഡിയനെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ സോഷ്യൽ മീഡിയ നമ്മളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ എൻ്റെ ഫോൺ യൂസേജിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ ഡെയിലി ഒരു 4 to 5 hours ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റയും വാട്സപ്പും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും വർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടോ, ഓൺ ആൻ ആവറേജ്. ആൻഡ് അതിൽ തന്നെ ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെയാണ് ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് മെയിനായിട്ട് 2 ഇൻസ്റ്റ അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് രോഹിത് പാടുകാണി, അതാണ് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിലാണ് ഞാൻ ഫാമിലി, ഫ്രണ്ട്സ്, സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഒപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും പല ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ആ ഒരു പേജിലാണ്. രണ്ടാമത്തതാണ് മോട്ടീവ് ഫോക്കസിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട്. അതിൻ്റെ ഫീൽഡിൽ ഫുൾ മോട്ടിവേഷണൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ അത്തരത്തിലുള്ള കോണ്ടൻറ്റ് മാത്രമായിരിക്കും. ബിക്കോസ് അതൊക്കെ കൺസ്യൂം ചെയ്യുമ്പോഴാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോസിനുള്ള ഐഡിയാസൊക്കെ കിട്ടുന്നത്. ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ കൂടിയല്ലേ. സോ കറൻ്റ്ലി ഇതാണ് എൻ്റെ ഒരു മെയിൻ ഫോൺ യൂസേജ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ആൻഡ് ക്ലിയർലി ആൻഡ് കോൺഫിഡൻ്റ്ലി എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ല. ഇനി അതിനെന്നെ ഹെൽപ്പ് ചെയ്ത ചില ശീലങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലും കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. നമ്പർ 1, നോ ഫോൺ വൈൽ ടോക്കിംഗ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ഞാൻ മാക്സിമം ഫോൺ ഉപയോഗിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് എടുക്കുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ട് കേട്ടോ. 1, ഓഫ് കോഴ്സ് നമുക്ക് ഫോൺ യൂസേജ് കുറയ്ക്കാനായിട്ട് പറ്റും. 2, നമുക്ക് ആ ആളുകളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റ യൂസ് ചെയ്തതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില സമയത്തൊക്കെ കുറേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കും ഫോൺ എടുക്കുന്നില്ലെങ്കിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ കോൺവെർസേഷൻസ് അത്ര വാല്യുബിൾ ആവില്ല, ഒരു കണക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അയാൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊരു സിഗ്നലായിരിക്കും ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സെൻഡ് ചെയ്യുക. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഐ ലവ് ഗുഡ് കോൺവെർസേഷൻ. ദാറ്റ് മേക്സ് us മോർ ഹ്യൂമൻ. ഒരു സൈഡിൽ നല്ല കോൺവെർസേഷനും മറു സൈഡിൽ സോഷ്യൽ മീഡിയ വന്നാൽ ഐ വിൽ ഓൾവേസ് ചൂസ് ഗുഡ് ആൻഡ് മീനിങ് ഫുൾ കോൺവെർസേഷൻസ് ബിക്കോസ് ഐ ലവ് ഇറ്റ്. സോ ഇതാണ് ഒരു ഹാബിറ്റ്. നമ്പർ 2, ഐ ആം ബിസി സോ ഐ ഡോണ്ട് ഹാവ് ടൈം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം കോണ്ടൻറ്റ് ക്രിയേഷനും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കുറച്ച് റെഗുലർ ആക്ടിവിറ്റീസ് കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം സമയം കിട്ടാറില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. കുറച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. പലർക്കും ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയം ഫില്ല് ചെയ്യാനായിട്ട് അവർ ഫോൺ എടുക്കും. സിമ്പിൾ, ബിക്കോസ് ഇറ്റ് ഈസ് ഈസി, ഫാസ്റ്റ് ആൻഡ് വെരി വെരി കൺവീനിയൻറ്റ് താങ്ക്സ് ടു ദ ന്യൂറോ സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്കീസ് വർക്കിംഗ് ഇൻ ദിസ് $1 billion ഇൻഡസ്ട്രി. സോഷ്യൽ മീഡിയ യൂസേജ് മാക്സിമം ഈസി ആൻഡ് അഡിക്റ്റീവ് ആക്കാനും അത് യൂസ് ചെയ്യാനുള്ള ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് കോടികൾ മുടക്കിയിട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊക്കെ അതിന് അഡിക്റ്റ് ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയാൽ തന്നെ വേഗം പോയിട്ട് ഫോൺ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. കോമൺ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ടൈം കിട്ടുന്നത് മാക്സിമം കുറയ്ക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പഠിക്കാം, ഹോബീസ് ചെയ്യാം, സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാം, ഫിറ്റ്നസ്, കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാം, എന്തെങ്കിലും സ്കില്ല് പഠിക്കാം, പാർട്ട് ടൈം ജോബ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജസ്റ്റ് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുക എന്നുള്ളൊരു സിംഗിൾ കാര്യം മാത്രമല്ല. സോ ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ഹൗ മച്ച് ബ്യൂട്ടിഫുൾ ആൻഡ് മീനിങ്ഫുൾ തിങ്സ് ആർ അറൗണ്ട് us.
Number 3, in my mind, I hate scrolling. And I think this is very important in my life. എനിക്ക് അനാവശ്യമായിട്ടുള്ള സ്ക്രോളിങ് ഇഷ്ടമല്ല. ബിക്കോസ് അതൊരു മോശം കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അറൗണ്ട് ഒരു 10 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 10 മിനിറ്റ് വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ കുറേ മണിക്കൂറുകൾ ഇതിൻ്റെ മുന്നിൽ ചിലവഴിക്കുന്നുണ്ട്. റിസർച്ചിങ്, സ്ക്രിപ്റ്റിംഗ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അപ്ലോഡിംഗ് എക്സെട്ര. സോ ഈ സമയം മുഴുവൻ ഞാൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മോശമാണ് എന്ന് എൻ്റെ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഒന്ന് ആലോചിക്കാം, ഈ ചാനൽ ഇപ്പോൾ 6 വർഷങ്ങളായിട്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ടോപ്പിക്കിനെ പറ്റി മൾട്ടിപ്പിൾ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എത്രമാത്രം ഇതെൻ്റെ മൈൻഡിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിക്കാം. സോ ഐ ആം വെൽ അവെയർ ഓഫ് ദിസ് ഡേഞ്ചർ. സോ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് ഒരു പരിധിക്ക് പുറത്തേക്ക് പോകാനായിട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അനുവദിക്കില്ല, അല്ലെങ്കിൽ മാക്സിമം റെസിസ്റ്റ് ചെയ്യും. സോ ഇതും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നിങ്ങൾക്കും ഇത് ചെയ്യാം. ഓരോ ടൈം സോഷ്യൽ മീഡിയ എടുക്കുമ്പോഴും ആവശ്യമില്ലാതെ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു അവെയർനെസ് നിങ്ങൾ കോൺഷ്യസ്ലി ബിൽഡ് ചെയ്യുക. ദെൻ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സണായിട്ട് മാറും. Trust me. Number 4, the people you follow matters. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയുള്ള അക്കൗണ്ട്സാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ എന്നെ എൻ്റർടൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഓരോ അക്കൗണ്ട്സും നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് എന്ന് വിചാരിക്കാം. നല്ല ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് കുറേ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യും. എന്നാൽ നമുക്ക് ചുറ്റും ഉള്ളത് കുറേ മോശം ഹാബിറ്റ്സ് ഉള്ള ആളുകളാണെങ്കിലോ ദെൻ നമ്മളും അങ്ങനെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത് ഫുൾ ടൈം ഗോസിപ്പ് അടിക്കുകയും കുറ്റം പറയുകയും അടിപിടിയും ബഹളവും ട്രോളും ബുള്ളിങ്ങും ഇതൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിനോടൊക്കെ പെട്ടെന്ന് അഡിക്റ്റ് ആവും. ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കേൾക്കാനൊക്കെ ആയിട്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങളും അങ്ങനെ ഒരു പേഴ്സണായിട്ട് മാറാൻ തുടങ്ങും. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. പകരം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്താൽ, അവരുടെ കോണ്ടൻറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്താൽ ദെൻ ഡെഫിനറ്റ്ലി അതിനുള്ള മാറ്റവും നിങ്ങൾക്കുണ്ടാവും. ദിസ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കീപ്പ് ആൻ ഐ ഓൺ വിച്ച് അക്കൗണ്ട്സ് യു ഫോളോ. സോ ഈ 4 കാര്യങ്ങൾ ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആവാത്തതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നാം, ബട്ട് ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കിക്കേ. അതും കുറേ കാലത്തേക്ക് ഇത് ഫോളോ ചെയ്യുമ്പോഴുള്ള ഒരു ഇമ്പാക്റ്റിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡെഫിനറ്റ്ലി അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. സോ 4 കാര്യങ്ങൾ. 1, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഫോൺ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ആ കോൺവെർസേഷനിൽ കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുക. 2, കുറച്ചൊന്ന് ബിസി ആവുക. കുറേ ഫ്രീ ടൈം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ സോഷ്യൽ മീഡിയ യൂസേജ് എന്തായാലും കൂടും. 3, ഒരു ലിമിറ്റിനപ്പുറം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് മൈൻഡിനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മനസ്സിൽ പതിയണം. ആൻഡ് 4ാമത്തെ കാര്യം, നിങ്ങൾ ആരൊക്കെയാണ് എന്ത് കോണ്ടൻ്റാണ് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് മാക്സിമം ഡിസ്റ്റൻസ് ഇടുക. ആൻഡ് നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, ഗ്രോ ചെയ്യുന്ന കോണ്ടൻറ്റ്സ് കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.